ഹായ് ഫ്രണ്ട്സ്, ആലിയാസ് ലിറ്റിൽ ജോയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഞാനിതിനു മുമ്പ് ഒരുപാട് കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പീസ് പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് എനിക്ക് പെർഫെക്റ്റായിട്ട് കിട്ടിയൊരു റെസിപ്പിയാണിത്. അതുപോലെ തന്നെ ഇത് നല്ല സൂപ്പർ സോഫ്റ്റാണ്. വായിലിട്ടാൽ ഇങ്ങനെ അലിഞ്ഞിറങ്ങുന്ന ടൈപ്പിലുള്ളൊരു കിണ്ണത്തപ്പം റെസിപ്പിയാണിത്. നല്ല പെർഫെക്റ്റ് കിണ്ണത്തപ്പം റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ബാറ്റർ തയ്യാറാക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സ് ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾ വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക. കിണ്ണത്തപ്പം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് 1.25 കപ്പ് സോനാ മസൂരി റൈസ് ചേർക്കുകയാണ്. 1.25 കപ്പ് എന്ന് പറയുമ്പോൾ 300 ഗ്രാം അരിയാണ് ചേർക്കുന്നത്. സോനാ മസൂരി റൈസിന് പകരമായിട്ട് ബസ്മതി റൈസോ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ പച്ചരിയോ ചേർക്കാവുന്നതാണ്. പച്ചരി ചേർക്കുകയാണെങ്കിൽ പശ കുറഞ്ഞ പച്ചരി വേണം ചേർക്കാനായിട്ട്. എങ്കിലേ നമ്മുടെ കിണ്ണത്തപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. നമ്മൾ ഉപയോഗിക്കുന്ന റൈസിൻ്റെ ക്വാളിറ്റിയും കിണ്ണത്തപ്പം നന്നായിട്ട് കിട്ടുന്നതിനൊരു കാരണമാണ്. അതുകൊണ്ട് നല്ല ക്വാളിറ്റിയുള്ള റൈസ് ഉപയോഗിക്കുക. അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു 3 മണിക്കൂർ നേരത്തേക്ക് കുതിർത്താനായിട്ട് വെക്കണം. മിനിമം 1 മണിക്കൂറെങ്കിലും കുതിരണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങാപ്പാൽ വേണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മീഡിയം സൈസിലുള്ള ഒരു തേങ്ങ ചിരകിയതാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്കിതിൽ നിന്ന് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് 1/4 പാൽ എടുക്കാം. കൈ കൊണ്ട് തന്നെ പിഴിഞ്ഞെടുക്കാം. ഇനി നമുക്ക് 2/4 പാൽ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം പിഴിഞ്ഞെടുത്ത ആ തേങ്ങ തന്നെ ഒരു മിക്സിയിലിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ 2/4 പാൽ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് മിക്സിയിൽ തേങ്ങ ചേർത്തതിന് ശേഷം ഇതിലേക്ക് 2.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതുപോലെ നമുക്ക് ഈ നല്ല തേങ്ങാപ്പാൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇളം ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് നല്ല കുറുകിയ പാൽ കിട്ടുകയും ചെയ്യും. ഇപ്പോൾ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ച് 2/4 പാൽ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു അരിപ്പയിലോട്ട് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മുടെ 2/4 പാലും റെഡിയായി കഴിഞ്ഞു. ഇത് ഏകദേശം ഒരു 3 കപ്പ് പാലുണ്ടാവും. ഇനി നമ്മൾ നേരത്തെ കുതിർത്തി വെച്ചിരുന്ന അരിയും ഈ തേങ്ങാപ്പാലും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാനിപ്പോൾ 4 മണിക്കൂർ നേരം കുതിർത്തിയ അരിയാണ് ചേർക്കുന്നത്. ഇനി ഈ അരിയോടൊപ്പം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന തേങ്ങാപ്പാലിൻ്റെ 1/4 പാൽ 1/4 കപ്പോളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ അരി അരഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. നമ്മൾ നിറയെ ആദ്യമേ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ അരി പെട്ടെന്നങ്ങ് അരഞ്ഞ് കിട്ടത്തില്ല. അപ്പോൾ ആദ്യം ഒരു 1/2 കപ്പോ അല്ലെങ്കിൽ 1/4 കപ്പോ ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ അരി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കിണ്ണത്തപ്പം തയ്യാറാക്കുമ്പോൾ അരി എത്ര നന്നായിട്ട് അരച്ചെടുക്കുന്നോ അത്രയ്ക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഒട്ടും തരിയില്ലാതെ വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി നന്നായിട്ട് അരഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് 1 മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.25 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മധുരം കുറച്ച് മതി എന്നുള്ളവർക്ക് 1.5 കപ്പും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇത് അധികം നേരം അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഈ പഞ്ചസാരയും മുട്ടയൊക്കെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അടിച്ചെടുത്താൽ മതിയാവും. ഇനി നമ്മൾ അടിച്ചെടുത്ത ബാറ്റർ ഒരു ബൗളിലേക്ക് മാറ്റാം. ഈ കിണ്ണത്തപ്പത്തിന് പഞ്ചസാര ചേർക്കുമ്പോൾ ഒരല്പം മധുരം മുന്തി നിൽക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ ഈ ബാറ്ററിൽ നോക്കുമ്പോൾ മധുരം കൂടിയതുപോലെ തോന്നുകയാണെങ്കിലും നമ്മളിത് വെന്ത് കഴിയുമ്പോൾ കറക്റ്റ് പാകമാവും. ഇനി നമ്മളിതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന പിഴിഞ്ഞ് വെച്ചിട്ടുള്ള തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കുക. 1/4 പാലും 2/4 പാലും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഹോം മെയ്ഡ് ഏലക്കാപ്പൊടിയുടെ റെസിപ്പി നേരത്തെ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വീട്ടിൽ തന്നെ നമുക്ക് ഫൈനായിട്ടുള്ള ഏലക്കാപ്പൊടി തയ്യാറാക്കാം. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്താൽ മതിയാവും. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ ഇതിന് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അതുപോലെ ഈ ബാറ്ററിൽ ചേർത്ത മുട്ടയുടെ മണം ഒട്ടും തന്നെ ഉണ്ടാവില്ല. ഇനി ഏലക്കയുടെ ഫ്ലേവർ ഈ ബാറ്ററിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഈ മാവ് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇപ്പോൾ മിക്സിയിൽ നമ്മൾ എത്ര നന്നായിട്ട് അരച്ചാലും ഇതിനകത്ത് തരി ഉണ്ടാവും അരിപ്പൊടിയുടെ. അപ്പോൾ അതൊരു ചെറിയ കണ്ണകലമുള്ള അരിപ്പയിൽ കൂടെ വേണം അരിച്ചെടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഒരു മസ്ലിൻ ക്ലോത്തോ അല്ലെങ്കിൽ കോട്ടൺ തുണിയോ ഉപയോഗിക്കാവുന്നതാണ് അരിച്ചെടുക്കാനായിട്ട്.
ഇപ്പം നമുക്ക് ഇതുപോലെ ഇങ്ങനെ തരി കിട്ടിയിട്ടുണ്ട്. നമ്മൾ എത്രത്തോളം ഈ കിണ്ണത്തപ്പത്തിൻ്റെ ബാറ്റർ അരിച്ചെടുക്കുന്നോ അത്രയും നല്ല സോഫ്റ്റായിട്ട് കിണ്ണത്തപ്പം കിട്ടും. ഈ തരിയൊക്കെ ഉണ്ടെങ്കിൽ ഇത് താഴെ അടിഞ്ഞു പോയിട്ട് നമുക്ക് കിണ്ണത്തപ്പം നല്ല ഹാർഡായിട്ടായിരിക്കും കിട്ടുക. അതുകൊണ്ട് തന്നെ ഒരു 2-3 പ്രാവശ്യം അരിച്ചെടുക്കാനായിട്ട് നോക്കുക. ഇതിപ്പോൾ ഇതിൽ നിന്ന് ഇത്രയും തരി കിട്ടിയിട്ടുണ്ട്. നമ്മൾ വീണ്ടും അരിച്ചെടുക്കുമ്പോൾ കുറച്ചുകൂടി ഇതിനകത്തുനിന്ന് കിട്ടും. അപ്പോൾ കുറഞ്ഞത് ഒരു 3 പ്രാവശ്യമെങ്കിലും ഇങ്ങനെ അരിച്ചെടുക്കണം. ഇപ്പോൾ ഇതുപോലത്തെ ഒരു ബാറ്ററാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. വളരെ ലൂസായിട്ടുള്ള ബാറ്ററായിരിക്കണം കിണ്ണത്തപ്പത്തിന് വേണ്ടത്. നമ്മൾ തവി ഇങ്ങനെ വയ്ക്കുമ്പോൾ ഒട്ടും തന്നെ ഇതിൽ പറ്റി പിടിക്കാൻ പാടില്ല. അതുപോലെ നമ്മൾ വിരൽ കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് വരച്ചു കൊടുക്കുമ്പോൾ ഇത് പെട്ടെന്ന് അങ്ങ് മാഞ്ഞു പോകണം. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയാണ് കിണ്ണത്തപ്പത്തിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പാകം എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ 300 ഗ്രാമിൻ്റെ അരിയാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം 1.25 കപ്പ് അരിയാണ്. അപ്പോൾ ഈ ബാറ്റർ തയ്യാറാക്കുമ്പോൾ നമ്മളിതെല്ലാം കൂടി അളന്ന് നോക്കുമ്പോൾ ഏകദേശം ഒരു 6 കപ്പ് ഉണ്ടാവണം. അതാണ് ഈ ബാറ്ററിൻ്റെ പെർഫെക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ 200 ml ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത്. 6 കപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം 1.5 ലിറ്ററാണ്. അപ്പോൾ ഈ തേങ്ങാപ്പാലും അരി അരച്ചതും കൂടി ചേർത്തിട്ടുള്ള ഈ ഒരു ബാറ്റർ നമ്മൾ 6 കപ്പ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ബാക്കി വെള്ളവും കൂടി ചേർത്ത് ഇതൊന്ന് ലൂസാക്കണം. അല്ലെങ്കിൽ നമ്മൾ 2ാം പാൽ പിഴിയുന്ന സമയത്ത് കുറച്ച് കൂടുതൽ വെള്ളം ചേർത്താലും മതിയാവും. ഞാനിപ്പോൾ ഇത് 2ാമത്തെ പ്രാവശ്യം അരിച്ചെടുത്തപ്പോഴും ഇങ്ങനെ തരി വന്നിട്ടുണ്ട്. ഇങ്ങനെ കുറഞ്ഞതൊരു 3 പ്രാവശ്യമെങ്കിലും അരിച്ചു വെക്കണം. ബാറ്ററിൽ ഒട്ടും തന്നെ തരി ഉണ്ടാവാൻ പാടില്ല, എങ്കിലേ നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ഇഡ്ഡലി പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം ചൂടാക്കുക. പിന്നെ ഇഡ്ഡലി സ്റ്റാൻഡ് വെച്ചതിന് ശേഷം നമുക്കതിലേക്ക് ഇതുപോലൊരു സ്റ്റീൽ പ്ലേറ്റ് വെച്ച് കൊടുക്കാം. സ്റ്റീൽ പ്ലേറ്റ് തന്നെ വേണം എന്നില്ല, നമുക്ക് കേക്ക് ടിന്നൊക്കെ യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നെയ്യിന് പകരം വെളിച്ചെണ്ണയും ചേർക്കാവുന്നതാണ്. ഇനി നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. കിണ്ണത്തപ്പത്തിൽ ജീരകം ചേർക്കുന്നത് മുട്ടയുടെ മണം മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ടും പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ജീരകത്തിൻ്റെ മണം ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ചേർക്കണ്ട. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കിണ്ണത്തപ്പത്തിൻ്റെ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സ്റ്റീൽ പ്ലേറ്റിൻ്റെ 1/4 ഭാഗം മാത്രമേ ബാറ്റർ ഒഴിച്ചു കൊടുക്കാവൂ. ഇതൊരു 8 ഇഞ്ചിൻ്റെ സ്റ്റീൽ പ്ലേറ്റാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ 2 പ്ലേറ്റിൽ നമുക്ക് ഈ ബാറ്റർ കൊണ്ട് തയ്യാറാക്കാൻ പറ്റും. ഇനി ഇതൊരു 30 മിനിറ്റ് നേരത്തേക്ക് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ആദ്യത്തെ 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് വയ്ക്കുക. പിന്നെ ഒരു 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇങ്ങനെ ഒരു അരമണിക്കൂർ നേരത്തേക്കൊന്ന് സ്റ്റീം ചെയ്ത് കൊടുക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ കിണ്ണത്തപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഈ കിണ്ണത്തപ്പത്തിൻ്റെ ബാറ്റർ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാക്സിമം ഒരു 1.5 ഇഞ്ച് വരെ ഈ ബാറ്റർ ഒഴിക്കാവൂ. എങ്കിലേ നമുക്ക് നല്ല കിണ്ണത്തപ്പം നന്നായിട്ടിരിക്കുകയുള്ളൂ. അപ്പോൾ അധികം കട്ടിയാകുമ്പോൾ ഇത് വെന്ത് കിട്ടാൻ പാടായിരിക്കും. അപ്പം ഞാൻ ഏകദേശം 1 ഇഞ്ച് കനത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മാക്സിമം 1.5 ഇഞ്ച് വരെ കനത്തിലാവാം. അതിന് മുകളിലായി കഴിഞ്ഞാൽ കിണ്ണത്തപ്പം മുകൾ ഭാഗത്ത് ഇങ്ങനെ അധികം വേകാതെ വരും. ഇനി ഇതൊരു ടൂത്ത് പിക്ക് കൊണ്ട് നമ്മളൊന്ന് കുത്തി നോക്കാം. ഇതിങ്ങനെ ഒട്ടാതെ വരികയാണെങ്കിൽ നമ്മുടെ കിണ്ണത്തപ്പം കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ട്. ഇത് ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല. അതുപോലെ ഈ കിണ്ണത്തപ്പത്തിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ ഇതുപോലെ മടക്കുകൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ കിണ്ണത്തപ്പത്തിൽ ഇങ്ങനെ മടക്ക് വരുമ്പോൾ തന്നെ നമ്മുടെ കിണ്ണത്തപ്പം പെർഫെക്റ്റ് ആയി എന്നാണ്. അതുപോലെ നമ്മൾ നല്ല റൈസ് എടുക്കുമ്പോൾ ഈ കിണ്ണത്തപ്പത്തിന് നല്ല നിറം ഉണ്ടാവും. ഇതിപ്പോൾ നല്ല വൈറ്റ് കളറിലാണ് കിണ്ണത്തപ്പം ഇരിക്കുന്നത്. അതുപോലെ കിണ്ണത്തപ്പത്തിന് ഒട്ടും തന്നെ പശയില്ലാത്ത അരി വേണം എടുക്കാനായിട്ട്. ഇനി നമുക്ക് കിണ്ണത്തപ്പം ഒന്ന് മുറിച്ച് നോക്കാം. ഇത് ശരിക്കും കാണുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റാണ്. ഇത് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ അതേസമയം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ബാറ്ററിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ഇത് മുകൾ ഭാഗം ഇങ്ങനെ ഒട്ടിയിട്ടുണ്ടാവും. ഇതിപ്പോൾ അങ്ങനെയൊന്നുമല്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഫോളോ ചെയ്തൊന്ന് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് നല്ല സോഫ്റ്റായിട്ട് നല്ല കറക്റ്റ് പാകത്തിനുള്ള പെർഫെക്റ്റ് കിണ്ണത്തപ്പം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ബാറ്ററിൽ നിന്ന് ഇതുപോലത്തെ 2 പ്ലേറ്റ് കിണ്ണത്തപ്പമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. 8 ഇഞ്ചിൻ്റെ സ്റ്റീൽ പ്ലേറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് ശരിക്കും തണുത്ത് കഴിഞ്ഞ് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക.
ബാക്കി വരുന്ന കിണ്ണത്തപ്പം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാം. തേങ്ങാപ്പാലും മുട്ടയും ചേർന്നുകൊണ്ട് തന്നെ ഇത് ഒത്തിരി നേരം പുറത്ത് വെക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ എന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.